OSI മോഡൽ പാർട്ട് 2 നമ്മൾ മുമ്പ് ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ വരെ പഠിച്ചു. ഇനി നമുക്ക് ട്രാൻസ്പോർട്ട് ലെയറും സെഷൻ ലെയറും പഠിക്കാം. അപ്പോൾ നാലാമത്തെ ലെയറാണ് ഇത്, ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പ്രോസസ് ടു പ്രോസസ് ഡെലിവറിയാണ്. അത് എൻ്റയർ മെസ്സേജിനെ പാസ് ചെയ്യുന്ന മെസ്സേജ് എന്താണോ അതിനെ പ്രോസസ് ടു പ്രോസസ് ആയിട്ടാണ് ഡെലിവർ ചെയ്യുന്നത്. അതായത് സെൻഡറിൻ്റെ കമ്പ്യൂട്ടറിലെ ഒരു പ്രോസസ്സിൽ നിന്ന് റിസീവറിൻ്റെ കമ്പ്യൂട്ടറിലെ ഒരു പ്രോസസ്സിലേക്കാണ് മെസ്സേജ് ഡെലിവർ ചെയ്യുന്നത്. അല്ലാതെ സെൻഡറിൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് റിസീവറിൻ്റെ കമ്പ്യൂട്ടറിലേക്കല്ല, ഒരു പ്രോസസ്സിൽ നിന്ന് മറ്റൊരു പ്രോസസ്സിലേക്കാണ് മെസ്സേജ് ഡെലിവർ ചെയ്യുന്നത്. എന്നാൽ നെറ്റ്വർക്ക് ലെയറിൽ എങ്ങനെയായിരുന്നു? സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ഇൻഡിവിജ്വൽ പാക്കറ്റ്സ് ആയിട്ടായിരുന്നു സെൻഡ് ചെയ്തിരുന്നത് അല്ലേ. ഓരോന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സെപ്പറേറ്റ് മെസ്സേജുകളായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. അത് ഒരേ മെസ്സേജിൽ വരുന്നതാണോ അല്ലയോ എന്നൊന്നും നോക്കില്ല. ഓരോ പാക്കറ്റിനെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നെറ്റ്വർക്ക് ലെയറിൽ നിന്ന് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് സെൻഡ് ചെയ്തിരുന്നത്. എന്നാൽ ട്രാൻസ്പോർട്ട് ലെയറിൽ ആ മൊത്തം മെസ്സേജ് കറക്റ്റ് ഓർഡറിൽ ആണ് പോകുന്നത്, സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് പാസ് ചെയ്യുന്നത്. അത് എററൊന്നും ഇല്ലാതെ ഫ്ലോ കൺട്രോൾ മെക്കാനിസം ഒക്കെ നോക്കിയിട്ട് അങ്ങനെ കറക്റ്റായിട്ട് ഓർഡറിലാണ് പോകുന്നത് എന്നുള്ളത് ട്രാൻസ്പോർട്ട് ലെയറിൽ ഉറപ്പ് വരുത്തുന്നുണ്ട്. ഓക്കെ, നെറ്റ്വർക്ക് ലെയറിൽ അങ്ങനെയല്ല, ഇൻഡിവിജ്വൽ പാക്കറ്റ്സ് ആയിട്ടാണ് പോകുന്നത്. അതും ഓരോന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്, കറക്റ്റ് ഓർഡറിലൊന്നും അല്ല. ഓക്കെ, എന്നാൽ ട്രാൻസ്പോർട്ട് ലെയറിൽ എങ്ങനെയാണ്? കറക്റ്റ് ഓർഡറിലായിരിക്കും പോകുന്നത്. അപ്പോൾ ഇതാണ് ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഫിഗർ വരുന്നത്. ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ തൊട്ട് മുമ്പത്തെ ലെയർ ഏതാണ്? സെഷൻ ലെയർ. അപ്പോൾ സെഷൻ ലെയറിൽ കണ്ടൻറ്റ് ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് വരുന്നു. ട്രാൻസ്പോർട്ട് ലെയറിൽ ഡാറ്റയെ സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ആ സെഗ്മെൻറ്റ്സിനെ ഇനി നെക്സ്റ്റ് എങ്ങോട്ടാണ് കൊടുക്കുക? നെറ്റ്വർക്ക് ലെയറിലേക്ക്, താഴേക്ക് അല്ലേ. അതുപോലെ റിസീവർ സൈഡിലാണെങ്കിൽ നെറ്റ്വർക്ക് ലെയറിൽ നിന്ന് ട്രാൻസ്പോർട്ട് ലെയറിലേക്ക്, ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്ന് സെഷൻ ലെയറിലേക്കും പോകും. അതിൽ ഓരോ സെഗ്മെൻറ്റിനും ഓരോ ഹെഡറും കൊടുക്കും, ഓരോ സീക്വൻസ് നമ്പറും കൊടുക്കും. ആ ഹെഡറാണ് H4 എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി, മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡാറ്റയെ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. അതും കറക്റ്റ് ഓർഡറിൽ അല്ലേ. അത് അപ്പർ ലെയറിൽ നിന്ന് എങ്ങനെയാണോ വന്നത് അതിനെ സ്മോളർ യൂണിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട്, അതായത് സ്മോളർ യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ സെഗ്മെൻ്റ് ആയിട്ടാണ് റിസീവ് ചെയ്യുക. സെഗ്മെൻറ്റ്സ് ആയിട്ട്, സ്മോളർ യൂണിറ്റ്സ് സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് ട്രാൻസ്പോർട്ട് ലെയറിൽ ഉണ്ടാവുക. ഇതിനെ, ഈ ഒരു ലെയറിൽ ട്രാൻസ്പോർട്ട് ലെയറിനെ എൻഡ് ടു എൻഡ് ലെയർ എന്ന് കൂടി പറയാം. കാരണം അതിൽ പോയിൻ്റ് ടു പോയിൻ്റ് കണക്ഷനാണ് സോഴ്സിനും ഡെസ്റ്റിനേഷനിലും ഇടയിൽ ഡാറ്റ ഡെലിവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡാറ്റ റിലയബിളായിട്ട് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിൻ്റ് ടു പോയിൻ്റ് കണക്ഷനാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻഡ് ടു എൻഡ് ലെയറാണ് ട്രാൻസ്പോർട്ട് ലെയർ എന്നുകൂടി നമുക്ക് പറയാം. ദെൻ ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഫങ്ഷൻസ്. ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഒരു ഫങ്ഷനാണ് സർവീസ് പോയിൻ്റ് അഡ്രസ്സിങ്. അതായത് പ്രോസസ് ടു പ്രോസസ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു സർവീസിൽ നിന്ന്, പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒരു സർവീസാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു സർവീസിൽ നിന്ന് മറ്റൊരു സർവീസിലേക്ക്, ഒരു സർവീസ് പോയിന്റിൽ നിന്ന് മറ്റൊരു സർവീസ് പോയിന്റിലേക്കാണ് ട്രാൻസ്ഫർ വരുന്നത്. അതാണ് സർവീസ് പോയിൻ്റ് അഡ്രസ്സിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെവറൽ പ്രോഗ്രാംസ് അറ്റ് ദ സെയിം ടൈം കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ഡെലിവറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് മാത്രമല്ല, ഒരു കമ്പ്യൂട്ടറിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് എന്ത്? സർവീസ് പോയിൻ്റ് അഡ്രസ്സിങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ട് ലെയറിൽ സെൻഡ് ചെയ്യുന്ന പാക്കറ്റ് ഉണ്ടല്ലോ, സെഗ്മെൻ്റ് ഉണ്ടല്ലോ, ആ സെഗ്മെൻറ്റിൽ ഹെഡറിൻ്റെ കൂടെ, ഹെഡറിൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്യും. എന്താണത്? സർവീസ് പോയിൻ്റ് അഡ്രസ്സ് അല്ലെങ്കിൽ പോർട്ട് അഡ്രസ്സ് എന്ന് പറയും. ഓക്കെ, അതൊരു ടൈപ്പ് അഡ്രസ്സാണ് ഹെഡറിൻ്റെ കൂടെ, ട്രാൻസ്പോർട്ട് ലെയറിലെ സെഗ്മെൻറ്റിൻ്റെ അഡ്രസ്സിൻ്റെ കൂടെ ഏത് പ്രോസസ്സിലേക്കാണ് എത്തേണ്ടതെന്ന് അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടി കൊടുക്കുന്നതാണ് സർവീസ് പോയിൻ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് ലെയറിൽ ഓരോ പാക്കറ്റും കറക്റ്റ് കമ്പ്യൂട്ടറിലേക്ക് എത്തും അല്ലേ. ഏതാണോ ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടർ അതിലേക്കാണ് ഓരോ പാക്കറ്റും പോകുക. എന്നാൽ ട്രാൻസ്പോർട്ട് ലെയറിലോ എൻ്റയർ മെസ്സേജ് ആ കമ്പ്യൂട്ടറിനകത്തുള്ള പ്രോസസ്സിലേക്കാണ് പോകുന്നത്, കറക്റ്റ് ഓർഡറിൽ അല്ലേ.
അപ്പോൾ അതാണ് സർവീസ് പോയിൻ്റ് അഡ്രസ്സിങ്. ദെൻ രണ്ടാമത്തെ ഫംഗ്ഷനാണ് സെഗ്മെൻറ്റേഷൻ ആൻഡ് റീ അസംബ്ലി. സെഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നേരത്തെ പറഞ്ഞു, ഡാറ്റയെ സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ട്രാൻസ്പോർട്ട് ലെയറിൽ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൽ ഓരോ സെഗ്മെൻറ്റിലും ഒരു സീക്വൻസ് നമ്പർ കൊടുക്കും. എന്തിനാണ്, ഇങ്ങനെ ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്ന് അങ്ങനെ പാസ് ചെയ്ത് പോവില്ലേ, അപ്പോൾ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുമ്പോൾ, ഡെസ്റ്റിനേഷൻ പ്രോസസ്സിൽ എത്തുമ്പോൾ അത് കറക്റ്റ് സീക്വൻസിലാണോ എന്ന് നോക്കണ്ടേ. ഏതെങ്കിലും ഒന്ന് മിസ്സായോ, ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റ് മിസ്സായിട്ടുണ്ടോ, ഏതെങ്കിലും കൂടുതലായിട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സീക്വൻസ് നമ്പർ കൊടുക്കും. ആ സീക്വൻസ് നമ്പറിനനുസരിച്ച് കറക്റ്റ് ഓർഡറിലാക്കുകയും ചെയ്യും ഡെസ്റ്റിനേഷനിലെത്തുമ്പോൾ. ഓക്കെ, അപ്പോൾ അതാണ് സെഗ്മെൻറ്റേഷൻ ആൻഡ് റീ അസംബ്ലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ കണക്ഷൻ കൺട്രോൾ. ട്രാൻസ്പോർട്ട് ലെയർ കണക്ഷൻലെസ്സും ആവാം, കണക്ഷൻ ഓറിയൻറ്റഡും ആവാം. അതായത് ഓരോ സെഗ്മെൻറ്റും ഇൻഡിപെൻഡൻറ്റ് പാക്കറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ കണക്ഷൻലെസ് ട്രാൻസ്പോർട്ട് ലെയർ ആണെങ്കിൽ ഓരോ സെഗ്മെൻറ്റിനെയും ഇൻഡിപെൻഡൻറ്റ് പാക്കറ്റായിട്ട് കൺസിഡർ ചെയ്യും. ട്രാൻസ്പോർട്ട് ലെയർ എന്ത് ചെയ്യും, ഡെസ്റ്റിനേഷൻ മെഷീനിലേക്ക് ആ ഇൻഡിപെൻഡൻറ്റ് പാക്കറ്റിനെ, ഓരോ സെഗ്മെൻറ്റിനെ ഇൻഡിപെൻഡൻറ്റ് പാക്കറ്റായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അതിനെ ഓരോന്നിനെയും ഡെസ്റ്റിനേഷൻ മെഷീനിലേക്ക് ട്രാൻസ്പോർട്ട് ലെയർ ഡെലിവർ ചെയ്യുകയും ചെയ്യും. കണക്ഷൻലെസ് ആണെങ്കിൽ, ഓക്കെ, കണക്ഷൻലെസ് ആണെങ്കിലാണ് സെഗ്മെൻറ്റിനെ ഇൻഡിപെൻഡൻറ്റ് പാക്കറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ കണക്ഷൻ ഓറിയൻറ്റഡ് ആണെങ്കിൽ അതങ്ങനെയല്ല. ഡെസ്റ്റിനേഷൻ മെഷീനിലേക്ക് എങ്ങനെയാണ്, മേക്സ് എ കണക്ഷൻ, ആദ്യം ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നു, അതിന് ശേഷമാണ് ഡെസ്റ്റിനേഷൻ മെഷീനിലേക്ക് പാക്കറ്റ്സിനെ ഡെലിവറി ചെയ്യുന്നത്. ഓക്കെ, ആഫ്റ്റർ ഓൾ ഡാറ്റ ആർ ട്രാൻസ്ഫേർഡ്, എല്ലാ ഡാറ്റയും ട്രാൻസ്ഫർ ചെയ്ത ശേഷം മാത്രം ആ കണക്ഷൻ എന്ത് ചെയ്യുന്നു, ടെർമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ കണക്ഷൻലെസ് ആണെങ്കിൽ കണക്ഷനൊന്നുമില്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സെൻഡ് ചെയ്യും. എന്നാൽ കണക്ഷൻ ഓറിയൻറ്റഡ് ആണെങ്കിൽ ആദ്യം ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത ശേഷം മാത്രം ഡെലിവർ ചെയ്യുന്നു. അതിനുശേഷം എല്ലാ ആ ഫുൾ മെസ്സേജ് ഡെലിവർ ആയ ശേഷം കണക്ഷൻ എന്ത് ചെയ്യുന്നു, ടെർമിനേറ്റ് ചെയ്യുന്നു. ഇത് നെക്സ്റ്റ് ആണ് ഫ്ലോ കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ മറ്റൊരു ഫംഗ്ഷനാണ് ഫ്ലോ കൺട്രോൾ. ഫ്ലോ കൺട്രോൾ എന്തിനാണ്, നമുക്കറിയാം പ്രോസസ് ടു പ്രോസസ് അല്ലെങ്കിൽ എൻഡ് ടു എൻഡ് ആണ്. ഒരു സിംഗിൾ ലിങ്ക് മാത്രം ഫ്ലോ നോക്കിയാൽ പോരാ, ഫ്ലോ കൺട്രോൾ നോക്കിയാൽ പോരാ. അതായത് ഒരു സിംഗിൾ ലിങ്കിൻ്റെ മാത്രം ഫ്ലോ കൺട്രോൾ നോക്കിയാൽ പോരാ. എങ്ങനെയാണ്, ഒരു പ്രോസസ്സിൽ നിന്ന് പോയി മറ്റേ പ്രോസസ്സിലേക്ക് എത്തുന്നത് വരെയുള്ള എൻഡ് ടു എൻഡ് ഫ്ലോ കൺട്രോൾ അവിടെ പെർഫോം ചെയ്യണം. then അതുപോലെ എറർ കൺട്രോളും അതുപോലെ തന്നെ ഒരു സിംഗിൾ ലിങ്കിൽ നോക്കിയാൽ പോരാ, പ്രോസസ് ടു പ്രോസസ് നോക്കണം. Okay, sending transport layer make sure that entire message arrives at the receiving transport layer without error. എറർ ഒന്നും ഇല്ലാതെയാണ് റിസീവറിലേക്ക് എത്തിയത് എന്ന് സെൻഡ് ചെയ്യുന്ന ട്രാൻസ്പോർട്ട് ലെയർ ഉറപ്പ് വരുത്തണം. അതായത് എററൊന്നും ഇല്ലാതെ എന്ന് പറയുമ്പോൾ ഡാമേജ് ഇല്ല, ലോസ് ഇല്ല, ഡ്യൂപ്ലിക്കേഷൻ വന്നിട്ടില്ല എന്നുള്ളതൊക്കെ അവിടെ എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. ഓക്കെ, എറർ കറക്ഷൻ അച്ചീവ് ചെയ്യുന്നത് റീട്രാൻസ്മിഷൻ വഴിയാണ്. എന്തെങ്കിലും എററോ കാര്യമോ ഉണ്ടായാൽ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്, അത് സെഗ്മെൻറ്റ്സിനെല്ലാം ഒന്നുകൂടി റീട്രാൻസ്മിഷനാണ് എറർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ട്രാൻസ്പോർട്ട് ലെയറിൽ പ്രോസസ് ടു പ്രോസസ്സാണ്. എന്നാൽ നെറ്റ്വർക്ക് ലെയറിൽ എങ്ങനെയാണ്, ആ ഫിഗർ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. നെറ്റ്വർക്ക് ലെയറിൽ മുകളിലത്തെ വര, നെറ്റ്വർക്ക് ലെയറിൽ എങ്ങനെയാണ്, ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടർ, ഒരു ഹോസ്റ്റിൽ നിന്ന് മറ്റൊരു ഹോസ്റ്റിലേക്കാണ് ലൈൻ പോകുന്നത് അല്ലേ. എന്നാൽ ട്രാൻസ്പോർട്ട് ലെയറിൽ എങ്ങനെയാണ്, ആ കമ്പ്യൂട്ടറിനകത്തുള്ള പ്രോസസ്സിൽ നിന്ന്, ഒരു പ്രോസസ്സിൽ നിന്ന് മറ്റേ കമ്പ്യൂട്ടറിലെ ഒരു പ്രോസസ്സിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ട്രാവൽ ചെയ്യുന്നത് അല്ലേ, ഡാറ്റ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ട്രാൻസ്പോർട്ട് ലെയറിൽ നടക്കുന്നത്. പ്രോസസ് ടു പ്രോസസ്സാണ്. എന്നാൽ നെറ്റ്വർക്ക് ആണെങ്കിൽ ഹോസ്റ്റ് ടു ഹോസ്റ്റ് ആണ്. നെക്സ്റ്റ് നമ്മുടെ ലെയറാണ് ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ മുകളിലത്തെ ലെയർ ഏതാണ്, സെഷൻ ലെയർ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫിസിക്കൽ ലെയറിൽ ബിറ്റ്സ് ആയിട്ടാണ്, ഡാറ്റ ലിങ്ക് ലെയറിൽ ഫ്രെയിംസ് ആയിട്ട്, നെറ്റ്വർക്ക് ലെയറിൽ പാക്കറ്റ്സ് ആയിട്ട്, അതുപോലെ ട്രാൻസ്പോർട്ട് ലെയറിൽ സെഗ്മെൻറ്റ്സ് ആയിട്ടുമാണ് ഡാറ്റ പാസ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ലെയറാണ് സെഷൻ ലെയർ എന്ന് പറയുന്നത്. സെഷൻ ലെയർ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഡയലോഗ് കൺട്രോളറാണ്. നെറ്റ്വർക്ക് ഡയലോഗ് കൺട്രോളറാണ് സെഷൻ ലെയർ. അതിൽ മെയിനായിട്ട് നോക്കുന്നത് ഇൻട്രാക്ഷനാണ്. കമ്മ്യൂണിക്കേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഇൻട്രാക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, സിങ്ക്രൊണൈസ് ചെയ്യുക, അത്രയും കാര്യങ്ങളാണ് സെഷൻ ലെയറിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ നെറ്റ്വർക്ക് ഡയലോഗ് കൺട്രോളർ എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ഇതിൽ
എക്സ്ട്രാ ആയിട്ട് വരുന്നത് ഒരു സിങ്ക്രണൈസേഷൻ പോയിൻ്റാണ്. സിങ്ക്രണൈസേഷൻ പോയിൻ്റ് എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ വരുന്നത് എവിടെ നിന്നാണ്? ഫ്രം പ്രസൻറ്റേഷൻ ലെയർ. പ്രസൻറ്റേഷൻ ലെയറിൽ നിന്ന് വരുന്ന ഡാറ്റയെ സെഷൻ ലെയറിലേക്ക് കൊടുക്കുന്നു. അവിടെ വെച്ച് സിങ്ക്രണൈസേഷൻ പോയിൻ്റ് ആഡ് ചെയ്തിട്ട് ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഫങ്ഷൻസ് നോക്കാം. ഒന്ന് ഡയലോഗ് കൺട്രോൾ ആണെന്ന് പറഞ്ഞു. ഡയലോഗ് കൺട്രോൾ എന്തിനാണ്? ഇൻട്രാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും എസ്റ്റാബ്ലിഷ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഡയലോഗ് കൺട്രോൾ. രണ്ട് സിസ്റ്റത്തിൻ്റെ ഡയലോഗ് എന്ത് ചെയ്യാൻ വേണ്ടി, അതായത് കമ്മ്യൂണിക്കേഷൻ, അവിടെ നടക്കുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷനെയാണ് അവിടെ എന്ത് പറയുന്നത്? ഡയലോഗ് കൺട്രോൾ എന്ന് പറയുന്നത്. രണ്ട് പ്രോസസ്സിനിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ അലൗ ചെയ്യുന്നു. അതെങ്ങനെയാവാം? ഹാഫ് ഡ്യൂപ്ലെക്സോ ഫുൾ ഡ്യൂപ്ലെക്സോ ഒക്കെ ആവാം. ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറയുമ്പോൾ അറ്റ് എ ടൈമിൽ വൺ വേ മാത്രം. ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറയുമ്പോൾ അറ്റ് എ ടൈമിൽ രണ്ട് വേയിലൂടെയും പറ്റും. നമ്മൾ മുമ്പ് പറഞ്ഞതാണ് അല്ലേ, ട്രാൻസ്മിഷൻ മോഡ് പറഞ്ഞപ്പോൾ. ഇത് നെക്സ്റ്റ് ആണ് സിങ്ക്രോണൈസേഷൻ. നെക്സ്റ്റ് വരുന്നൊരു സെഷൻ ലെയറിൻ്റെ ഫംഗ്ഷനാണ് സിങ്ക്രോണൈസേഷൻ. ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ്. സെഷൻ ലെയറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് സിങ്ക്രോണൈസേഷൻ എന്ന് പറയുന്നത്. സിങ്ക്രോണൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെഷൻ ലെയറിൽ ചെക്ക് പോയിൻറ്റ്സ് ആഡ് ചെയ്യും, അല്ലെങ്കിൽ സിങ്ക്രോണൈസേഷൻ പോയിൻ്റ് എന്ന് പറയും. ഇത് സ്ട്രീം ഓഫ് ഡാറ്റയിൽ ഇടയിലായിട്ട് ഓരോ സിങ്ക്രോണൈസേഷൻ പോയിൻ്റ് കൊടുക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രോബ്ലം ഇടയിൽ സംഭവിച്ചോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. എക്സാമ്പിളായിട്ട് ഇപ്പോൾ 2000 പേജസ് വരുന്ന 2000 പേജസ് വരുന്ന ഒരു ഫയലാണ് നമ്മൾ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 2000 പേജസ് മൊത്തം കിട്ടിയതിന് ശേഷം എൻഡ് ചെയ്ത് കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലാസ്റ്റാണ് എല്ലാം കറക്റ്റായിട്ട് കിട്ടിയോ എന്നുള്ളത് നോക്കുന്നതെങ്കിൽ അതിൻ്റെ ഇടയിൽ ഏതോ ഒരു പേജ് മിസ്സായെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കറക്റ്റ് ഓർഡറിൽ തന്നെ വേണ്ടേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം മുതൽ വീണ്ടും സെൻഡ് ചെയ്യണ്ടേ? അപ്പോൾ അതിന് പകരം അങ്ങനെ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ 100 പേജ് കഴിഞ്ഞാലും ഒരു ചെക്ക് പോയിൻ്റ് അല്ലെങ്കിൽ ഒരു സിങ്ക്രണൈസേഷൻ പോയിൻ്റ് എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. എന്നിട്ട് 100 പേജും കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട്, അതിൻ്റെ അക്നോളജ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നു. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ 523 പേജ്, ഈ എക്സാമ്പിൾ നോക്കിയാൽ കാണാം. 523 പേജ് എത്തിയപ്പോൾ ഒരു ക്രാഷ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഓരോ 100 പേജ് കഴിഞ്ഞാലുമാണ് ചെക്ക് ചെയ്യുന്നത് അല്ലേ? ചെക്ക് പോയിൻ്റ് കൊടുത്തുള്ള ഓരോ 100 പേജ് കഴിയുമ്പോഴാണ്. അപ്പോൾ ആദ്യത്തെ 100 കഴിഞ്ഞപ്പോൾ ചെക്ക് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. ദെൻ വീണ്ടും 200 പേജ് എത്തിയപ്പോൾ വീണ്ടും ചെക്ക് പോയിൻ്റ് നോക്കി, കുഴപ്പമൊന്നുമില്ല, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ദെൻ 300 നോക്കി, 400 നോക്കി, 500 നോക്കി, 600 നോക്കി. 600ാമത്തെ പേജ് എത്തിയപ്പോൾ ചെക്ക് പോയിൻറ്റ്സ് നോക്കിയപ്പോൾ 523ാമത്തെ പേജിൽ ഒരു ക്രാഷ് വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി. ക്രാഷ് ഒക്കർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 501 മുതൽ 523 വരെയുള്ള പേജസ് റീട്രാൻസ്മിറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ റീസെൻഡ് ചെയ്താൽ മതി. ഓക്കെ, ആദ്യം മുതലേ സെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. 500 മുതൽ 523 വരെ ചെയ്താൽ മതി. ഓക്കെ, 501 മുമ്പുള്ള പേജസ് വീണ്ടും സെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. മനസ്സിലായോ? അതാണ് ചെക്ക് പോയിൻറ്റ്സ് കൊണ്ടുള്ള ഗുണം, അല്ലെങ്കിൽ സിങ്ക്രണൈസേഷൻ പോയിൻ്റ് കൊണ്ടുള്ള ഗുണം. അപ്പോൾ അതാണ് സെഷൻ ലെയർ.